ഭ്രാന്താണ്. അളിയന്മാരെ, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാ. നമ്മളിന്ന് 2 മണിക്കാണ് ഇറങ്ങിയില്ല കേട്ടോ. നേരെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഇന്ന് റിമ്മിട്ടോക്കാം നമുക്ക്. വെള്ളക്കാകെ കലങ്ങി കിടക്കണ്. എന്തെങ്കിലും കിട്ടണിച്ച ഭാഗ്യമായി. ഫസ്റ്റ് റിമ്മ് വലിച്ചു നോക്കാട്ടാ. ഇതിലൊന്നുമില്ല, കുറേ ചണ്ടിയുണ്ട്. കണ്ടില്ല, പുഴയിലൊക്കെ ആകെ ചണ്ടിയാണ് ആ പോണത്. ഞണ്ടൊക്കെ വന്ന് കടിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, സാധനം കിട്ടണില്ല. കിട്ടിയ ഭാഗ്യമായിരുന്നു. ഈ റിമ്മിൽ ഒരെണ്ണം കിട്ടിയിട്ടാ. പക്ഷേ വല്ലയുടെ പൊളിപ്പി കൂടെ ചാടി പോകാൻ പോയതാ. ഞാൻ ഒരു വിധത്തിലെ തട്ടിയിട്ട് വഞ്ചി കിട്ടത്. ഈ പിടുത്തത്തിന് കിട്ടിയ ഞണ്ടാണ് കേട്ടാ. നമ്മളിന്ന് ചണ്ടി കൂടുതലുള്ള കാരണം ആകെ 11 റിമ്മിട്ടിട്ട പണിയെടുക്കണ്. അല്ലെങ്കിൽ നമ്മൾ 10-20 റിമ്മൊക്കെ ഇടണേ. കണ്ടില്ലേ, അവന് എന്തെല്ലാം കലക്കണ്. ഇതിൻ്റെ ഇടയിലൊക്കെ കയ്യൻ്റെ പെട്ടാളെ കാര്യം ആലോചിക്കുന്നത്. നമുക്ക് കണ്ണി കൂടെ സ്ലോ മോഷനിൽ നോക്കേണ്ടി വരും അവൻ്റെ ഇത് കാണാൻ. നല്ല അടിപൊളി പെഞ്ഞുണ്ടാണ് കണ്ട. മൂപ്പര് ഇപ്പോഴും പിടിച്ച് തന്നെ കടിക്കാനാണ് നോക്കണത്. മറ്റാളിത് ആളെ ഇത് കഴിഞ്ഞ് അടുത്ത ഊഴൊന്നും കാത്തിരിക്കുകയാണ്. എന്തായാലും ഇതിനൊക്കെ കെട്ടട്ടെ ഞാൻ. ഒറ്റക്കായ കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ലാട്ട കെട്ടണമെന്ന്. നമ്മൾ അടുത്ത വലിക്കാൻ പോകുമ്പോൾ ഒരു ബോട്ടേരാണ് പോണ്. 2 നിലയുള്ള ബോട്ടാണ്. AC ഒക്കെ ഉണ്ട് കണ്ട. അത് ഗ്യാപ്പിൽ ഞാൻ അവരെ കെട്ടിയിട്ടാ. ഇതാണ് ആൾക്കാർ. ഇതെന്തായാലും 150 ഗ്രാം മേലുള്ള പെഞ്ഞുണ്ടായ കാരണം നമുക്ക് കമ്പനിക്കാർക്ക് കൊടുക്കാം. ഇനി എന്തായാലും വേറെ കിട്ടുമെന്നൊക്കെ കണ്ട. ഞങ്ങളൊന്നുമില്ല സാധനം, നല്ല സ്ട്രോങ് സാധനം കേട്ടാ. മൂപ്പരാന് ഈ പറഞ്ഞവർ കണ്ട. ഇനി ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുമോ? ഇതിൻ്റെ ഒരു കാല് പോയിട്ട് ഇത് വീണ്ടും മുളച്ചു വരണുണ്ട്. ഒരു ചെറുത് ഞണ്ടിന് മാത്രമാണ് കാല് മുളച്ചു വരാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും നമുക്കറിയില്ല കേട്ടാ. ഞണ്ടിന് മുളച്ചു വരാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരാൾക്കാർ പറയണല്ലേ നമുക്കറിയുള്ളൂ. കണ്ട തൊള്ളൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ വരല് വെട്ടാളെ കാര്യം ആലോചിക്ക്. കാട്ടിച്ച് പൊളിക്കത്. ഇനി എന്തായാലും ഇപ്പോൾ ഇന്നത്തെ പണി അവസാനിപ്പിക്കുക. കാര്യമൊന്നും കാണാനില്ല. എന്തായാലും ഇന്ന് കിട്ടിഞ്ഞുണ്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. ഒരു തേങ്ങ കിട്ടിയിട്ടാ. അരക്കള്ളായിട്ടുണ്ട് ഇന്നത്തെ. കണ്ടാ, നേരത്തെ ഞണ്ടും നമുക്ക് ഇന്ന് പണിയെടുത്ത് കിട്ടിയ ഞണ്ടൊക്കെ കൂടിയിട്ട് ഞാൻ എന്താ ബോക്സിക്ക് ചെറിയുണ്ട്. കുറച്ച് കിട്ടിയിട്ടുണ്ട്. എന്തായാലും വേണ്ടിയില്ല. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല പണിയാണ്. കാരണം സ്വതവേ എല്ലാവർക്കും ഒന്നും കിട്ടാണ്ട് ആൾക്കാർ ഇപ്പോൾ വേറെ വല്ല പണിക്കൊക്കെ പോയി തുടങ്ങി. പുഴയ്ക്ക് വരുന്നത് കുറവാണ്. ഇതിൻ്റെ ഇടയിൽ ഒരാൾ ചാക്കിന്ന് വീഴാണ്ട് അവിടെ പിടിച്ചിരിക്കണ്. കണ്ടാ, ഇത്രയധികം ഞണ്ട് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത സൈസ് ഞണ്ടാളാണ്. ഇതൊക്കെ മൊത്തം ലോക്കലാണ് കേട്ടാ. ഇതിൽ ആകെ 2-3 പെഞ്ഞുണ്ടല്ലോ. കണ്ട ഓടി ഓടി കളിക്കുന്നു. ഇവന്മാർ ഇങ്ങനെ എന്തിട്ടൊക്കെ കാണിക്കുന്നു. കണ്ട മൂപ്പര് പല്ലൊക്കെ അതിൻ്റെ എന്തെന്നാ പറയാല്ലേ. കണ്ട നമ്മൾ അതിനെ പിടിക്കാൻ ചെല്ലുമ്പോഴും കെട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളെ കടിക്കാനാണ് ഈ നോക്കുന്നത്. കണ്ടാ പല്ല് കാണിക്കണണ്ട. ഇതിൻ്റെ ഇടയിൽ ഇടക്ക് വിരലൊക്കെ കുടുങ്ങി കൈയൊക്കെ പൊട്ടാറുണ്ട്. നമ്മളെ പൂച്ച സാറ് കിടക്കുന്നുണ്ട്. നമുക്ക് അതിന് കൊടുത്തൊക്കെ ഞണ്ടി കണ്ടപ്പോൾ മൂപ്പര ഓടി. മറ്റാൾക്ക് ഇത്തിരി ധൈര്യമാണെന്നുണ്ട്. ഡയലോഗൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പണിയൊക്കെ കഴിഞ്ഞത് ഞണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവണ്ട. കൂട്ടുകാരൻ്റെ ഇടയ്ക്ക് തന്നെ പോണ്. നിങ്ങൾ ഇന്നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ കട. എന്തായാലും ഇത് തൂക്കം കൊടുത്ത് നമുക്ക് ഇവിടുന്ന് പൈസ വാങ്ങിച്ചിട്ട് വേണം പോവാ. രാവിലെ തൊട്ട് വെയിലത്ത് പണിയായിരുന്നേ. ക്ഷീണമുണ്ട്, കിടന്നുറങ്ങണം പോയിട്ട്. അപ്പം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ആ ബെല്ലൈക്കണും കൂടി ഞെക്കിക്കോ.